നമുക്ക് നല്ലൊരു സ്റ്റൂ, ബീഫ് സ്റ്റൂ. നമ്മൾ വീണ്ടും ഒരു പുതിയ സംരംഭവുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുകയാണ്. നമുക്ക് നല്ലൊരു സ്റ്റൂ, ബീഫ് സ്റ്റൂ, ക്രിസ്മസിനൊക്കെ നമുക്ക് എങ്ങനെയാണ് സ്റ്റൂ ഉണ്ടാക്കേണ്ടത് നോക്കാം. ഞാൻ 3/4 കിലോ ഇറച്ചി ഇവിടെ എടുത്തിട്ടുണ്ട്. കുറച്ച് ഒരു 2 സ്പൂണ് എണ്ണ ഞാൻ ഇതിനകത്ത് ഒഴിക്കുകയാണ്. അതിൽ ശകലം പട്ട ഇട്ടു, ഒരു 4-5 ഗ്രാമ്പൂ അതിൻ്റെ കൂടി ഇട്ടിട്ടുണ്ട്, 4-5 ഏലക്കായും കൂടി ഇടുകയാണ്. ഇത് ഒന്ന് പൊട്ടിയിട്ടുണ്ട്. ഇതിൽ 2 ചെറിയ സൈസ്, ഒരു 1.5 സവാള വരും, അല്ലെങ്കിൽ ഒരു 2 സവാള. ഞാൻ ഒരു ചെറിയ സൈസ് 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. ഉപ്പ് ചേർത്ത് കൊടുക്കാം, അപ്പോൾ പെട്ടെന്ന് ഉള്ളി വഴന്ന് കിട്ടും. ശകലം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരച്ചെടുത്ത ഒരു മിശ്രിതം, ഒരു 4 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഇത്രയേ വരത്തുള്ളൂ. ബീൻസ് ഒരു 5-6 ബീൻസ്, ക്യാരറ്റ് ഇതാ 2 സാമാന്യം തെറ്റില്ലാത്ത ക്യാരറ്റ് അതിൽ ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ കീറിയിട്ടതാണ്. എന്തെന്നാൽ ഇതിൽ നമ്മൾ മുളകൊന്നും ചേർക്കാത്തത് കൊണ്ട് പച്ചമുളക് കൂടുതൽ ഇടണം. ഉരുളക്കിഴങ്ങ് അത് 2 എണ്ണം. ഈ ഇറച്ചി ഒരു പകുതിയിലും കൂടുതൽ വെന്തതാണ്, വേവിച്ചെടുത്തതാണ് പ്രഷർ കുക്കറിൽ വെച്ച്. അത് ഇനി ഇതിനോട് കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാ പേർക്കും, എല്ലാ വീട്ടുകളിലും അപ്പവും ഇറച്ചി സ്റ്റൂവുമാണ് പ്രധാന ആഹാരം. ഇതിനകത്തോട്ട് നമുക്ക് 3ാമത്തെ പാല് ചേർത്ത് കൊടുക്കാം. ഇപ്പം അതിൽ നിന്ന് തന്നെ വേവിച്ചെടുത്ത വെള്ളം അത് നമ്മൾ അതിൻ്റെ കൂടി ഒഴിച്ച് വേവിക്കുകയാണ്. എങ്കിലേ അതിൻ്റെ ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അല്ലാതെ വേവിച്ച് വെള്ളം മാറ്റിയിട്ട് ഇത് കഷ്ണം മാത്രം ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തില്ല. അതുകൊണ്ടാണ് അങ്ങനെ ആ വെള്ളവും കൂടി ഒഴിക്കുന്നത്. ഇനി ഇത് ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ട് അതിൻ്റെ മണമൊക്കെ ഒന്ന് പിടിക്കട്ടെ. നമുക്ക് വേകുന്നത് വരെ കാത്തിരിക്കാം. 2 അതള കറിവേപ്പില അതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ട്. അപ്പം മറ്റുള്ള എല്ലാ പച്ചക്കറികളും വെന്തിട്ടുണ്ട്. ഈ ഇറച്ചിയുടെ ഇതെല്ലാം, നെയ്യെല്ലാം അതിലോട്ട് പിടിച്ചിട്ടുണ്ടാവും. ഇനി നമുക്ക് 2ാമത്തെ പാല് ഇതിൻ്റെ കൂടി ആഡ് ചെയ്ത് ഉരുളക്കിഴങ്ങ് അതിന് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. നമുക്ക് 2ാമത്തെ പാലും ഒപ്പം അതിനകത്ത് ഒരു ഉരുളക്കിഴങ്ങ് നന്നായിട്ട് സ്മാഷ് ചെയ്ത് ചേർത്തതുമായിട്ട് കട്ടി കിട്ടാനായിട്ട് കൊടുക്കാം. അഥവാ നമുക്ക് ഉദ്ദേശിക്കുന്ന കട്ടി വന്നില്ല, വീണ്ടും വെള്ളം പോലെയാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു സ്പൂണ് അരിപ്പൊടിയോ അല്ലെങ്കിൽ കോൺഫ്ലവറോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്.
അത്യാവശ്യത്തിന് കട്ടി ഉണ്ട്. എന്നിരുന്നാലും നമുക്ക് ആദ്യത്തെ പാല് എന്തായാലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നോക്കാം. കാണാൻ നല്ല ഭംഗിയല്ലേ? ഇനി ഇച്ചിരി മല്ലിയിലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ശകലം കുരുമുളക് അതിൻ്റെ മുമ്പിൽ അതിൻ്റെ ടേസ്റ്റ് നിൽക്കണം. കുരുമുളകും ഇനി ഇച്ചിരി വെളിച്ചെണ്ണ, ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. അടുത്തതായി ചെയ്യാൻ പോകുന്നത് ഒരു പാലപ്പം. പാലപ്പം എല്ലാവർക്കും അറിയാം, എല്ലാ വീട്ടിലും ഉണ്ടാക്കുന്നതാണ്. എന്നാൽ ക്രിസ്മസൊക്കെ അല്ലേ, നമ്മുടെ സ്റ്റൂ ഒക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും പാലപ്പം എങ്ങനെയാണ് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു തരാം. ഇന്ന് ഞാൻ ഒരു 2 ഗ്ലാസ് അരിയെടുത്തു. അതിൽ 1 ഗ്ലാസ് തേങ്ങയും അതോടൊപ്പം തന്നെ 1 ഗ്ലാസ് ചോറും അതിനകത്തോട്ട് ഇട്ട് നന്നായിട്ട് അരച്ച് അതിനെ ഒരു 4-5 മണിക്കൂർ വെച്ചിരുന്നു അത് പുളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാ നന്നായിട്ട് ആട്ടി നല്ല പതഞ്ഞ് പൊങ്ങി നല്ല ഇതിൽ ഇരിക്കുകയാണ്. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കാം. ബീഫ് സ്റ്റൂ റെഡിയായിരിക്കുകയാണ്. ഇനി നമുക്ക് പാലപ്പത്തിൻ്റെ കൂടെയോ നൂൽപ്പൊട്ടിൻ്റെ കൂടെയോ അല്ല പത്തിരിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. വളരെ ആവശ്യത്തിന് നല്ല കട്ടിയും നല്ല കളർഫുള്ളും കാണാനും നല്ല ഭംഗിയുണ്ട്. മല്ലിയിലയുടെ ടേസ്റ്റും എല്ലാം കൂടി കുരുമുളകിൻ്റെ ടേസ്റ്റും ഒക്കെ ആയിട്ട് നല്ല ഇതായിരിക്കും. എല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, വീട്ടിലുണ്ടാക്കുക. ക്രിസ്മസ് പിന്നെ അപ്പത്തിൻ്റെ കൂടി കഴിക്കാനായിട്ട് നമുക്ക് ഈ സ്റ്റൂ ഉപയോഗിക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പിടിക്കും, ഇഷ്ടപ്പെടും എന്ന് തന്നെ ഞാൻ പറയുന്നു. എന്നാൽ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു. എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ കൂപ്പുകൈ. വീണ്ടും അടുത്തൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം.